ഇടുക്കി മയിലാടുംപാറയിൽ ഏലത്തോട്ടത്തിലെ കുഴിയിൽ വീണ കടുവയെ മയക്കുവെടി വെച്ചു, ഉടൻ കൂട്ടിൽ കയറ്റും. രാഹുൽ വിജയൻ വിവരങ്ങളുമായി. രാഹുൽ, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? അനുജ, ഏറ്റവും പുതിയ വിവരം ഈ കടുവയെ മയക്കുവെടി വെച്ചു എന്നുള്ളത് തന്നെയാണ്. ആദ്യ ഡോസ് മയക്കുവെടി 12:21 കടുവയ്ക്ക് കൊടുത്തിട്ടുണ്ട്. കുഴിയിൽ തന്നെ കടുവ കിടക്കുകയാണ്. കടുവ മയങ്ങുന്നതിന് ഏകദേശം ഒരു 15 മിനിറ്റ് വരെ സമയമെടുത്തേക്കാം. അതിനുശേഷം സ്ഥിതിഗതികൾ ശാന്തമാണെങ്കിൽ മാത്രം അതിനെ വലവെച്ച് പിടിച്ച് കൂട്ടിനകത്ത് കയറ്റി പെരിയാർ കടുവാ സങ്കേതത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത്. നിലവിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും കടുവയ്ക്കില്ല. ചെറിയ കടുവയാണ്. എങ്ങനെയാണ് ഈ കുഴിയിൽ വീണത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമാക്കേണ്ടത് അല്ലെങ്കിൽ വ്യക്തമാക്കേണ്ടത് വനംവകുപ്പാണ്. അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. വേസ്റ്റ് കുഴിയിലാണ് ഈ കടുവ വീണത്. മാത്രമല്ല ഈ പട്ടിയും ആ വേസ്റ്റ് കുഴിയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. പട്ടിയെ പിടിച്ചിട്ടില്ല, മറ്റ് അപായപ്പെടുത്താനോ ഒന്നും ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ ആളുകളൊക്കെ ഒരുപാട് വരുന്നൊരു മേഖലയാണ്. മാത്രമല്ല ജനവാസ മേഖലയാണ്, കേരള അതിർത്തിയാണ്. ഇതിന് തൊട്ട് ചേർന്നുള്ള സ്ഥലം തമിഴ്നാടാണ്. തമിഴ്നാട് വനമേഖലയാണ്. അവിടെ നിന്ന് കയറി വന്ന കടുവയാണോ എന്നുള്ള സംശയം വനംവകുപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ പെരിയാർ കടുവാ സങ്കേതത്തിലേക്ക് കൊണ്ടുപോയതിനു ശേഷം വിശദമായിട്ട് പരിശോധിക്കും. ഇത് ഈ കേരളത്തിന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള കടുവയാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായിട്ട് പരിശോധിക്കും. അല്ലെങ്കിൽ മറ്റ് നടപടികൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. എന്തായാലും മയക്കുവെടി വെച്ചു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ആളുകളൊക്കെ ഇവിടെ തടിച്ചു കൂടുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ആ കൂട്ടിലായിരിക്കും കടുവയെ കൊണ്ടുപോവുക എന്നുള്ളത് വനംവകുപ്പ് പറഞ്ഞിട്ടുണ്ട്. അത് സജ്ജീകരിച്ചിട്ടുണ്ട്. ആ കൂട്ടിലേക്ക് ഇനി കയറ്റുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അടുത്ത ഘട്ടം അതിനേക്ക് വേണ്ടിയുള്ള നടപടിയാണ് നിലവിൽ ഇപ്പോൾ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. ആദ്യ ഡോസ് മയക്കുവെടിയിൽ അത് മയങ്ങിയിട്ടില്ല എങ്കിൽ രണ്ടാം ഡോസ് മയക്കുവെടിയെ പറ്റി ആലോചിക്കും. തേക്കടി പെരിയാർ കടുവാ സങ്കേതത്തിലെ വെറ്റിനറി ഡോക്ടർ അനുരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മയക്കുവെടി വെച്ചിട്ടുള്ളത്. നിരവധി ഇത്തരത്തിലുള്ള ദൌത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു വെറ്റിനറി ഡോക്ടർ കൂടിയാണ് അനുരാജ്. അതുകൊണ്ട് തന്നെ മറ്റ് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാതെ ഈ ദൌത്യം പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി മയങ്ങിയില്ല എങ്കിൽ മാത്രം അടുത്ത ഘട്ടത്തിലേക്ക് പോകും. രണ്ടാം ഡോസ് മയക്കുവെടി വെക്കും. അതിനുശേഷം അതിനെ പിടികൂടാനുള്ള ദൌത്യമായിരിക്കും ഉണ്ടാവുക. നിലവിൽ വല ഉൾപ്പെടെയുള്ള ഒരു കുഴിയിലാണ് കിടക്കുന്നത്. അതിനെ ഉയർത്തിയെടുക്കേണ്ടതുണ്ട്. മയങ്ങിയതിനു ശേഷം മാത്രം അതിനെ ഈ വല കൊണ്ട് ചുറ്റിയതിനു ശേഷം ഉയർത്തി മുകളിലേക്ക് മാറ്റുക എന്നുള്ളതാണ് വനംവകുപ്പ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ നിരന്നൊരു പ്രദേശമാണെങ്കിൽ അതിനെ എടുക്കുന്നതിന് എളുപ്പമുണ്ടായിരിക്കും. അല്ലെങ്കിൽ അതിനെ റെസ്ക്യൂ ചെയ്ത് ഈ കൂട്ടിലേക്ക് മാറ്റുന്നതിന് എളുപ്പമുണ്ടാകും. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അങ്ങനെയല്ല. അതിനെ ആ കുഴിയിൽ നിന്ന് എടുക്കുക ഒരു പ്രയാസകരമായ കാര്യം തന്നെയാണ്. ചെറിയ കടുവയാണ്, വലിപ്പം ഒത്തിരിയുള്ള കടുവയല്ല. അതുകൂടി പറയേണ്ടതുണ്ട്. 1.5 വയസ്സ് മാത്രം പ്രായമാണ് പ്രാഥമികമായിട്ട് കണക്കാക്കുന്നത്. വിശദമായിട്ടുള്ള പരിശോധന ഇതിനെ പിടികൂടി വണ്ടിയിലേക്ക് കയറ്റിയതിനു ശേഷം മാത്രമായിരിക്കും ഉണ്ടാവുക. നിലവിൽ എന്തായാലും അത് മയങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു സമയം ഇപ്പോൾ മയക്കം ആയിട്ടുണ്ടാകാനാണ് സാധ്യത എന്ന് വനംവകുപ്പ് പറയുന്നുണ്ട്. ഒരു തവണ കൂടി പരിശോധിച്ച് ആവശ്യമെങ്കിൽ മാത്രം ഒരു ഡോസ് കൊടുക്കും. അത് പരമാവധി ഒഴിവാക്കാനായിരിക്കും ശ്രമിക്കുക. അനാവശ്യമായിട്ട് കൂടുതൽ ഡോസ് നൽകി അതിന്റെ ആരോഗ്യസ്ഥിതി മോശമാക്കുന്ന നിലയിലേക്ക് പോവുകയില്ല എന്നുള്ളത് വനംവകുപ്പ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും നിലവിൽ അതിനെ കൂട്ടിലേക്ക് കയറ്റാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ ആ കുഴിയിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് കൂട്ടിലേക്ക് കയറ്റുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വനംവകുപ്പിന്റെ വലിയ സംഘം ഇവിടെയുണ്ട്. തേക്കടി പെരിയാർ കടുവാ സങ്കേതത്തിലേക്കായിരിക്കും ഈ കടുവയെ കൊണ്ടുപോവുക. അതിനുശേഷം വനത്തിലേക്ക് തുറന്നുവിടും. ഒരു കാരണവശാലും കൂട്ടിൽ പാർപ്പിക്കില്ല എന്നുള്ളതാണ് പറയുകയും ചെയ്തിട്ടുള്ളത്. അനുജ, ഇതെങ്ങനെയാണ് ഈ മേഖലയിൽ ഇത്തരത്തിൽ വന്യമൃഗശല്യമുള്ള ഇടമാണോ? നാട്ടുകാർ പറയുന്നത് എന്താണ്? എങ്ങനെയാണ് ഈ കടുവ ഇങ്ങോട്ടേക്ക് എത്തിയത്? എനിക്ക് തോന്നുന്നു ഈ നായയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതിനിടെ കുഴിയിലേക്ക് വീഴുകയായിരുന്നു അല്ലേ? ഈ നായയെ ഓടിച്ച് ഒരുപക്ഷെ ഈ കുഴിയിലേക്ക് വീണതാകാം എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് കണക്കാക്കുന്നത്. ഈ മേഖലയിൽ കടുവയുടെ ഒരു സാന്നിധ്യം നേരത്തെ കാൽപ്പാടുകളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇവിടെ ഈ കടുവയുള്ള ഒരു പ്രദേശമാണ് ചേട്ടാ. കടുവയുടെ കാൽപ്പാടുകൾ ഈ പറഞ്ഞ പോലെ 2 ആഴ്ച മുന്നേ കണ്ടെത്തിയിരുന്നു. അതുപോലെ ഒരു വർഷത്തെ മുന്നേ ആയിട്ട് 5 കിലോമീറ്റർ ഉള്ളിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടിരുന്നു. ഇപ്പൊ ഇത് തമിഴ്നാട് വനാതിർത്തിയോട് ചേർന്ന കൃഷിയിടത്തിലെ വേസ്റ്റ് കുഴിയിലാണ് കടുവയെ കണ്ടത്. ആ കൂടെ ഒരു പട്ടിയുണ്ട്. രാവിലെ തന്നെ സ്ഥലവുടമ ഇവിടെ വന്ന് നോക്കുമ്പോൾ കടുവയെ കുഴിയിൽ കാണുകയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിക്കുകയും RRT സംഘത്തിലുമായിട്ട് ഫോറസ്റ്റ് തേക്കടി DFOയുടെ നേതൃത്വത്തിൽ ഇവിടെ എത്തുകയുണ്ടായി. അതുപോലെ തന്നെ നേരത്തെ ഇവിടെ കടുവ അങ്ങനെ വന്ന് കണ്ടിട്ടുള്ളതൊന്നുമല്ല, കാൽപ്പാടുകൾ മാത്രമേ ഉള്ളൂ. കാൽപ്പാടുകളെ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇത്തരത്തിലൊരു ആശങ്ക ഇപ്പോൾ നാട്ടുകാർക്ക് വലിയ തോതിൽ ഉണ്ടാവില്ല ഇങ്ങനെ വന്നതിന്റെ സ്വാഭാവികം. ചെറിയ കടുവയാണ്, അപ്പോൾ അതിന്റെ മറ്റു കടുവകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത അങ്ങനെയൊക്കെ എന്തെങ്കിലും ആളുകൾ പറഞ്ഞിട്ടുണ്ടോ? പേടി നാട്ടുകാർക്ക് ആശങ്കയുണ്ട്. ഇത് ജനവാസ മേഖലയാണ്. അതുപോലെ തന്നെ തൊഴിലാളികൾ, തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന തൊഴിലാളികളും എല്ലാം രാവിലെ സമയത്ത് തോട്ടത്തിലേക്ക് വരുന്നതാണ്. കായെടുപ്പ് അതുപോലെ മറ്റ് കൃഷി പരിപാലനമൊക്കെ ആയിട്ട്. ഇപ്പൊ ഇവിടെ വണ്ടമേടിന്റെയും അതുപോലെ തന്നെ കമ്മമട്ട് CAമാരുടെ നേതൃത്വത്തിലുള്ള പോലീസിന്റെയും സുരക്ഷയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പൊ മയക്കുവെടി വെക്കുകയും തുടർന്ന് കൂട്ടിൽ കയറ്റി തേക്കടി ഫോറസ്റ്റിലേക്ക് കൊണ്ടുപോകാനാണ് സാധ്യത.
അങ്ങനെ തന്നെയാണ്. ആളുകൾക്ക് ആശങ്കയുണ്ട്, സ്വാഭാവികമാണ്. കാരണം കടുവയാണ്, വന്യജീവിയാണ്. അതിന്റെ ആശങ്ക സ്വാഭാവികമായിട്ടും നാട്ടുകാർക്കുണ്ട്. ഇവരൊക്കെ ഈ പ്രദേശവാസികളാണ്, ഇവിടെ അടുത്ത പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകളാണ്. ഇവരുടെയൊക്കെ ഒരു പ്രതികരണം കൂടി തേടി കാണിച്ചേട്ടാ. പേടിയുണ്ടോ? പേടിയുണ്ട്. കാരണം വെച്ചാൽ 5-6 മാസം മുമ്പ് കടുവയുടെ കാൽപ്പാട് ഇവിടെ കണ്ടാണ്. അപ്പോഴത്തേക്കും ഫോറസ്റ്റുകാർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊക്കോൾ ഇവിടെ നിൽക്കത്തില്ല, ഒരു കാരണവശാലും പ്രദേശം ഉണ്ടാവില്ല പറഞ്ഞു. ഇപ്പൊ വീണ്ടും ഈ കടുവ ഇവിടെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇതൊക്കെ ആശങ്കയുണ്ട്. കാരണം വെച്ചാൽ ചെറിയ കടുവയെ കണ്ടെന്ന് വേറെ ഇവിടെ ടൂർ വന്ന ആൾക്കാർ പറഞ്ഞു ഇവിടെ. അപ്പൊ കടുവ ഇവിടെ ഒരുപാടുണ്ട്. അപ്പം പ്രദേശവാസി നിലയ്ക്ക് ഞങ്ങൾക്ക് ഭയങ്കര പേടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥന്മാർ അതിന് വേണ്ട നടപടി എടുക്കണം. കാരണം വെച്ചാൽ ഞങ്ങൾ ജീവിക്കുന്ന പ്രദേശവാസികളാണ്. ഈ കടുവയെ ഇപ്പോൾ താൽക്കാലികമായിട്ട് മയക്കുവെടി വെച്ച് പിടിച്ചിട്ടുണ്ട്. ഒരു ആശ്വാസം നേരിയ തോതിലേക്കുണ്ടോ? ആശ്വാസം പൂർണ്ണമായിട്ട് വിട്ടുമാറി നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ഇതിന്റെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പല മൃഗങ്ങളും ഇവിടെ ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ ഓരോരുത്തരും കണ്ടതായിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോഴൊക്കെ വനവകുപ്പിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ പറയുന്നത് ഇതുപോലെ തന്നെ ഒഴിവുകളാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഈ ജനവാസ മേഖലയിൽ ഇങ്ങനെ കടുവ വരിക എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു പേടി ഉണ്ടാക്കുന്ന കാര്യമല്ലേ? പേടിച്ചിട്ടുമാണ്. എന്താണ് നിങ്ങൾക്ക് വനംവകുപ്പിനോട് പറയാനുള്ളത്? വനംവകുപ്പ് പറയാനുള്ള ഇതിനെ പിടിക്കണമെന്നുള്ളതാണ്. ചേട്ടാ, ആശങ്കയുണ്ടോ? ആശങ്കയുണ്ട്. ഇതിന് മുമ്പ് ഈ ഇവിടെ മേഖലയിൽ കടുവയൊന്നും അല്ലെങ്കിൽ വന്യജീവിയൊന്നും വന്ന് കണ്ടതായിട്ട് ആളുകൾ പറഞ്ഞു കേട്ടിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. പുലി ഇറങ്ങിയതായി വർഷങ്ങൾക്ക് മുന്നേ കേട്ടിട്ടുണ്ട്. പക്ഷെ കടുവ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പക്ഷെ കടുവയുടെ കാൽപ്പാട് ഈ പ്രദേശത്ത് കണ്ടതായിട്ട് നാട്ടുകാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊരു ഗൌരവമായിട്ട് ഇതിന് മുന്നേ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കൂട് വെച്ച് പിടിക്കാൻ ശ്രമിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ക്യാമറ സ്ഥാപിച്ചെന്ന് മാത്രം ഒരു അറിയിപ്പേ ഇതിനു മുന്നേ ഉണ്ടായിട്ടുള്ളൂ. ഇതിപ്പം ഇതിന്റെ അടുത്ത സൈഡിലേക്ക് നോക്കിയാൽ നിരവധി ആളുകൾ താമസിക്കുന്നതാണ്. ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ അകത്തേക്ക് ഇറങ്ങിയാൽ നിരവധി വീടുകളും നിരവധി ആളുകളും ഇവിടുന്ന് ഒരു 500 മീറ്റർ മാറി 2 സ്കൂളും ഉള്ളതാണ്. ചേട്ടാ, ഈ തോട്ടത്തൊഴിലാളികളൊക്കെ ഒരുപാട് ജോലി ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ ഇങ്ങനെ ഒരു വനംവകുപ്പിന്റെ ഒരു ഇടപെടൽ കുറച്ചുകൂടെ കാര്യക്ഷമമാക്കണോ? വനംവകുപ്പില്ല, വരുന്ന പോലുമില്ല. അത് നമ്മുടെ ഫോറസ്റ്റ്. ഇത് തമിഴ്നാട് ഫോറസ്റ്റിനാണ്. ഇത് നമ്മൾ നിൽക്കുന്ന സ്ഥലം തമിഴ്നാട് ഫോറസ്റ്റാണ്. നമ്മുടെ ഫോറസ്റ്റ് ഇവിടെ വരുന്ന പോലുമില്ല. അതിർത്തിയിൽ ഇച്ചിലൂടെ പരിശോധനയൊക്കെ ശക്തമാക്കണം അല്ലേ? തീർച്ചയായിട്ടും. ഈ കടുവ വന്നതിൽ പേടി സ്വാഭാവികമായിട്ട് എല്ലാവരും പോലെ ഉണ്ട്. പേടിയുണ്ടെന്ന് നമ്മൾ വേറെ ഇവിടെ പോകാനാണ് ഇവിടെ താമസിക്കുന്നത്. ഞങ്ങൾ അതിർത്തിയിൽ തന്നെ താമസിക്കുന്ന ആൾക്കാർ നമുക്ക് വേറെ പോകാനില്ല. പേടിച്ച് ജീവിക്കുക. അങ്ങനെയാണ്, എല്ലാവർക്കും പേടിയുണ്ട്. ഇത് ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നത്. നമ്മൾ ആദ്യമേ സൂചിപ്പിച്ച പോലെ തന്നെ ഇങ്ങനെ കടുവയെ കാണുകയൊന്നും ചെയ്തിട്ടില്ല. നേരത്തെ ഈ പക്മാർക്കൊക്കെ കണ്ടിരുന്നു. പക്ഷേ അത് കടുവയുടെ ആണെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചിത്രങ്ങളോ അല്ലെങ്കിൽ കടുവയെ കണ്ട ആളുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഈ നിൽക്കുന്ന ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഭാഗം അത് കേരള അതിർത്തിയാണ്. നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഇത് തമിഴ്നാട് അതിർത്തി. ഇത് തമിഴ്നാട് വനമേഖലയാണ്. തൊട്ട് താഴെ കമ്പം ഗൂഡല്ലൂർ ആ ഭാഗത്തിലേക്ക് ദൃശ്യങ്ങളാണ് കാണുകയും ചെയ്യുന്നത്. ഈ വനമേഖലയിൽ നിന്ന് കയറി വന്ന കടുവയാകാനുള്ള സാധ്യത വനംവകുപ്പ് കരുതുന്നുണ്ട്. അല്ലാത്ത പക്ഷം ഏതെങ്കിലും തരത്തിൽ ഇത് പെരിയാർ വന്യജീവി സങ്കേതവുമായൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഒരുപക്ഷെ അവിടെ നിന്ന് കടുവ വരാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. എന്തായാലും വിശദമായിട്ടുള്ള പരിശോധനകൾ ഇത് ഏതെങ്കിലും തരത്തിൽ ഈ പെരിയാർ കടുവ സങ്കേതത്തിന്റെ കണക്കിൽ ഉൾപ്പെട്ട കടുവയാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദമായിട്ട് പരിശോധിക്കുക തന്നെ വേണം. അതിനുശേഷമേ പറയാൻ കഴിയുള്ളൂ. നിലവിൽ എന്തായാലും ആദ്യ ഡോസ് മയക്കുവെടി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോവുക അത് മയങ്ങിയതിനു ശേഷം മാത്രമായിരിക്കും. ഈ മയക്കത്തിലേക്ക് അത് വന്നിട്ടില്ല എങ്കിൽ അടുത്ത ഡോസ് മയക്കുവെടി വെക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടൊന്നുമില്ല. അത് മയക്കത്തിനുള്ളൊരു സമയം അല്ലെങ്കിൽ അത് മയങ്ങാനുള്ളൊരു സമയം 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെയാണ്. ആ സമയം നിരീക്ഷിച്ച ശേഷം മാത്രമായിരിക്കും അതിന്റെ തുടർ നടപടിയായിട്ട് വീണ്ടും മയക്കുവെടി വെക്കണോ അതെയോ ഈ വലയിൽ അതിനെ കുരുക്കി അതിനെ കൂട്ടിലേക്ക് മാറ്റണോ എന്നുള്ള തീരുമാനമെടുക്കുക.